എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോം 17C എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ. ഫോം 17Cയിൽ ഒരിക്കലും തെറ്റ് വരാൻ പാടില്ല. അപ്പോൾ അശ്രദ്ധമായിട്ട് ഫോം 17C കൈകാര്യം ചെയ്യാതിരിക്കുക. അതെല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഫോം 17Cയിൽ 2 പാർട്ടാണുള്ളത്. പാർട്ട് 1 പ്രിസൈഡിംഗ് ഓഫീസർ ഫില്ല് ചെയ്താൽ മതിയാകും. പാർട്ട് 2 കൗണ്ടിംഗ് സൂപ്പർവൈസർ ആണ് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം ഇലക്ഷൻ എവിടേക്കുള്ള ഇലക്ഷൻ ആണ്? ഇപ്പൊ നിയമസഭാ ഇലക്ഷൻ ആണ്. അപ്പൊ ഇവിടെ നിയമസഭാ ഇലക്ഷന്റെ കേരള എന്നുള്ളത് ഫില്ല് ചെയ്യുക. ഇത് ഏത് നിയോജക മണ്ഡലമാണ് എന്നുള്ളത് ഇവിടെ ഫില്ല് ചെയ്യുക. അടുത്തതായിട്ട് നമ്പർ ആൻഡ് നെയിം ഓഫ് ദ പോളിംഗ് സ്റ്റേഷൻ. നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷന്റെ നമ്പറും പേരും ഇവിടെ ഫില്ല് ചെയ്യുക. അടുത്തതായിട്ട് കൺട്രോൾ യൂണിറ്റിന്റെ നമ്പരും ബാലറ്റ് യൂണിറ്റിന്റെ നമ്പരും വിവിപാറ്റിന്റെ നമ്പറുമാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. നമുക്ക് മിഷനിൽ നോക്കിയിട്ട് ആ മിഷനിലുള്ള നമ്പേഴ്സ് നമുക്ക് ഇവിടെ എഴുതാവുന്നതാണ്. നെക്സ്റ്റ്, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ടേഴ്സ് അസൈൻഡ് ടു ദ പോളിംഗ് സ്റ്റേഷൻ. അതായത് പോളിംഗ് സ്റ്റേഷനിലേക്ക് നിയോഗിക്കപ്പെട്ട ആകെ വോട്ടർമാരുടെ എണ്ണമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പട്ടികയിലെ നമ്പരും EDCയും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ആ നമ്പർ പ്ലസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. അടുത്തത് ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ആസ് എൻറ്റേർഡ് ഇൻ ദ രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് ഫോം 17A. വോട്ടർമാരുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആകെ വോട്ടർമാരുടെ എണ്ണമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഫോം 17A രേഖപ്പെടുത്തിയതിനു ശേഷമാണല്ലോ മിഷനിൽ വോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആളുകളെ പറഞ്ഞു വിടുക. അപ്പോൾ ആ നമ്പർ ആണ് ഇവിടെ എഴുതേണ്ടത്. 17A രജിസ്റ്റർ 17A പരിശോധിച്ചിട്ട് അതിലുള്ള നമ്പേഴ്സ് ഇവിടെ എഴുതുക. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യന്, നമ്പർ ഓഫ് വോട്ടേഴ്സ് ഡിസൈഡിങ് നോട്ട് ടു റെക്കോർഡ് വോട്ട്സ് അണ്ടർ റൂൾ 49. റൂൾ 49 പ്രകാരം വോട്ട് രേഖപ്പെടുത്തണ്ട എന്ന് തീരുമാനിച്ച വോട്ടർമാരുടെ എണ്ണമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ചിലപ്പോൾ ചില വോട്ടർമാർ വന്നിട്ട് 17A വരെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവർ മിഷനിൽ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കേസ് വരാം. അപ്പൊ അവിടെ നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഈ 3യിൽ നമുക്ക് ആ ഒരു നമ്പർ കൊടുക്കാവുന്നതാണ്. അടുത്തത് ഫോർത്ത് വൺ, നമ്പർ ഓഫ് വോട്ടേഴ്സ് നോട്ട് അലൗഡ് ടു വോട്ട് അണ്ടർ റൂൾ 49M. റൂൾ 49M പ്രകാരം വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത വോട്ടർമാരുടെ എണ്ണമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ആരെങ്കിലും എന്തെങ്കിലും കാരണങ്ങളാൽ നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് അവരെ അനുവദിച്ചിട്ടില്ലെങ്കിൽ ആ എണ്ണമാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ നമ്മൾ ഇലക്ഷൻ കമ്മീഷന്റെ റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല. അപ്പൊ ആ അനുവദിക്കാതിരുന്ന ആളുകളുടെ നമ്പേഴ്സ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അടുത്തത് ഫിഫ്ത്ത് വൺ, ടെസ്റ്റ് വോട്ട്സ് റെക്കോർഡ് അണ്ടർ റൂൾ 49MA റിക്വയർഡ് ടു ബി ഡിഡക്റ്റഡ്. ടെസ്റ്റ് വോട്ടുകൾ എത്രണ്ണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ ടോട്ടൽ നമ്പേഴ്സ് ഇവിടെ കൊടുക്കണം. ഇതിൽ 17A ഏത് SL നമ്പറിൽ വരുന്ന ഇലക്ടർ ആണെന്നുള്ളത് ഇവിടെ നോട്ട് ചെയ്യണം. ഓക്കെ, അടുത്തത് ബിയിൽ ചെയ്യേണ്ടത് ഏത് കാൻഡിഡേറ്റിനാണ് ആ ഇലക്ടർ ടെസ്റ്റ് വോട്ട് ചെയ്തത് എന്നുള്ളത് എഴുതണം. സീരിയൽ നമ്പരും നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്സും എത്ര ടെസ്റ്റ് വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതും ഇവിടെ എഴുതണം. ഓക്കെ, അടുത്തത് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് റെക്കോർഡഡ് ആസ് പെർ വോട്ടിംഗ് മെഷീൻ. വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആകെ വോട്ടുകൾ എത്രയാണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. നമ്മൾ വോട്ടിംഗ് മെഷീൻ ക്ലോസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിൽ എത്ര വോട്ട്സ് ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ അത് കൃത്യമായിട്ട് ഇവിടെ എഴുതുക. Okay, next is seventh one. Whether the total number of votes as shown against item 6 tallies with the total number of votes as shown against item 2 minus numbers of voters deciding not to record votes as against item 3 minus number of voters as against item 4 or any discrepancy noticed. Okay. എന്താന്ന് വെച്ചാൽ 6ാം ഇനത്തിൽ കാണിച്ചിരിക്കുന്ന ആകെ വോട്ടുകളുടെ എണ്ണം 2ാം ഇനത്തിൽ നിന്ന് 3ഉം 4ഉം ഇനങ്ങൾ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയായിട്ട് ഒത്തുപോകുന്നുണ്ടോ നോക്കണം. അതായത് 17Aയുമായിട്ട് ഈ വോട്ടിംഗ് മെഷീനിലെ വോട്ട്സ് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കണം. മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ ഈ 3 and 4 കുറയ്ക്കണം. അതായത് നമ്മൾ വോട്ട് ചെയ്യിപ്പിക്കാതിരുന്ന ആൾക്കാരുടെ നമ്പരും വോട്ട് 17A എഴുതിയതിനു ശേഷം
വോട്ട് ചെയ്യാതിരുന്ന ആൾക്കാരുടെ നമ്പേഴ്സും കുറച്ചിട്ട് ഈ മെഷീനിലെ വോട്ട് ടാലി ആണോ എന്ന് നോക്കണം. 17A ടാലി ആണോ എന്ന് നോക്കണം. അതാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്തത് 8th one, number of voters to whom tendered ballot papers were issued under Rule 49P. ടെൻഡേർഡ് ബാലറ്റുകൾ നൽകിയ വോട്ടർമാരുടെ എണ്ണമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ബാലറ്റ് പേപ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതാനുള്ളത്. റിസീവ്ഡ് ഫോർ യൂസ്, എത്ര എണ്ണം നിങ്ങൾക്ക് RO ടേബിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ ആണ് എഴുതേണ്ടത്. എത്ര ക്രമ നമ്പർ മുതൽ എത്ര വരെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതേണ്ടത്. അടുത്തത് ഇഷ്യൂഡ് ടു ഇലക്ടേഴ്സ്, എത്ര ടെൻഡേർഡ് ബാലറ്റിന് നിങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതിന്റെ നമ്പർ ഇവിടെ എഴുതണം. അത് ഏത് ക്രമ നമ്പർ മുതൽ എത്ര വരെ, ഏത് ക്രമ നമ്പർ ആണെന്നുള്ളത് ഇവിടെ നോട്ട് ചെയ്യണം. എത്രയാണ് യൂസ്ഡ് അല്ലാത്തതിന്റെ ടോട്ടൽ ഇവിടെ എഴുതണം. എത്ര നമ്പർ മുതൽ എത്ര നമ്പർ വരെയാണ് യൂസ്ഡ് അല്ലാത്തത് എന്നുള്ളത് ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഓക്കെ. അടുത്തത് പേപ്പർ സീൽസിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എഴുതേണ്ടത്. പേപ്പർ സീൽസ് സപ്ലൈഡ് ഫോർ യൂസ്, നമുക്ക് പേപ്പർ സീൽസ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ നിന്ന് നമുക്ക് ലഭിക്കും. അത് എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. എത്ര സീരിയൽ നമ്പർ മുതൽ എത്ര വരെയാണ് എന്നുള്ളത് ഇവിടെ എഴുതണം. ഇവിടെ പോളിംഗ് ഏജന്റ്സിന്റെ സൈൻ മേടിക്കണം. നെക്സ്റ്റ്, എത്ര പേപ്പർ സീൽസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ, അത് ഏത് സീരിയൽ നമ്പർ മുതൽ ഏത് സീരിയൽ നമ്പർ വരെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. പോളിംഗ് ഏജന്റ്സിനെ കൃത്യമായിട്ട് കാണിച്ച് സൈൻ മേടിക്കേണ്ടതാണ്. അടുത്തത് അൺയൂസ്ഡ് ആയിട്ടുള്ള പേപ്പർ സീൽസ്, റിട്ടേണിംഗ് ഓഫീസറിന് കൊടുക്കുന്ന അൺയൂസ്ഡ് ആയിട്ടുള്ള പേപ്പർ സീൽസ് വിവരങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്തതായിട്ട് അൺയൂസ്ഡ് പേപ്പർ സീൽസ് റിട്ടേൺ ടു റിട്ടേണിംഗ് ഓഫീസർ, ആരോഗ്യ കൊടുക്കുന്ന അൺയൂസ്ഡ് ആയിട്ടുള്ള പേപ്പർ സീൽസിന്റെ വിവരങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. ടോട്ടൽ നമ്പർ എത്രയാണെന്ന് എഴുതണം. അത് ഏത് ക്രമ നമ്പറിൽ നിന്ന് ഏത് ക്രമ നമ്പറിൽ അവസാനിക്കുന്ന പേപ്പർ സീലുകളാണെന്നുള്ളത് ഇവിടെ എഴുതണം. ഇവിടെയും പോളിംഗ് ഏജന്റ്സിന്റെ സൈൻ മേടിക്കണം. അടുത്തത് ഡാമേജ്ഡ് പേപ്പർ സീൽ ഇഫ് എനി, ഇപ്പൊ ഏതെങ്കിലും പേപ്പർ സീലുകൾ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ നമ്പേഴ്സ് എഴുതുക. അത് ഏത് സീരിയൽ നമ്പറിൽ നിന്ന് ഏത് സീരിയൽ നമ്പർ വരെയാണെന്നുള്ളത് നോക്കിയിട്ട് അതിന്റെ നമ്പേഴ്സും ഇവിടെ എഴുതുക. പോളിംഗ് ഏജന്റ്സിന്റെ സൈനും മേടിക്കുക. അപ്പൊ പിന്നെ അതിനുശേഷം ചെയ്യേണ്ടത് ഡേറ്റ്, പ്ലേസ്, ഓക്കെ, അത് നോട്ട് ചെയ്യുക. ഇവിടെയാണ് സിഗ്നേച്ചർ ഓഫ് ദ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്, പ്രിസൈഡിംഗ് ഓഫീസറിന്റെ സിഗ്നേച്ചർ ഇവിടെ കൊടുക്കുക. ബാക്കി പാർട്ട് 2 കൗണ്ടിംഗ് സൂപ്പർവൈസർ ആണ് ഫില്ല് ചെയ്യുന്നത്. നമ്മൾ ഫോം സി RO ടേബിളിലേക്ക് സ്ക്രൂട്ടണിക്കായിട്ട് കൊടുക്കുമ്പോൾ നമ്മളെ പോളിംഗ് സ്റ്റേഷനും ഡീറ്റെയിൽസും അവർക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ഒരു സീലുണ്ട്, ഒരു റബ്ബർ സീല് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് കിറ്റിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആ സീല് നമ്മൾ ഇവിടെ പതിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ സൈഡിലായിട്ടാണ് അത് പതിപ്പിക്കേണ്ടത്. ഓക്കെ. അപ്പൊ 17C ഫോം ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.